യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. പ്രാർത്ഥനയുടെ മൂന്നാമത്തെ എപ്പിസോഡാണിത്. ഒന്നാമത്തെ പ്രാർത്ഥന ഓൾറെഡി പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. രണ്ടാമത്തെ പ്രാർത്ഥന അതിനേക്കാൾ വലിയൊരു പ്രാർത്ഥന. മൂന്നാമത്തെ പ്രാർത്ഥന അതിനേക്കാൾ വലിയ പ്രാർത്ഥന. മൂന്നാമത്തെ പ്രാർത്ഥനയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലോകരാജ്യങ്ങളിലുള്ള ദൈവമക്കൾക്കുള്ള സ്പിരിച്വൽ വചന സന്ദേശമാണ്, വചന സന്ദേശ ശുശ്രൂഷയാണ്. അതിൽ നമ്മൾ പറഞ്ഞ ശുശ്രൂഷയിൽ നമുക്ക് പ്രധാനമായിട്ടും ആവശ്യം ദൈവാരാധനയും പ്രാർത്ഥനയുമാണ് എന്ന് നിങ്ങൾക്കും എനിക്കും അറിയാവുന്നതാണ്. തീർച്ചയായിട്ടും ബ്രദർ ആദ്യം ഈ 3 ഘട്ടങ്ങളായിട്ട് പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ പ്രാർത്ഥന ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞു കഴിഞ്ഞു. സഭയുടെ നമ്മുടെ പ്രധാനപ്പെട്ട പ്രാർത്ഥന വിശ്വാസ പ്രമാണം. രണ്ടാമത്തെ പ്രാർത്ഥന പരിശുദ്ധ അമ്മ മാതാവിനുള്ള പ്രധാനപ്പെട്ട പ്രാർത്ഥന നന്മ നിറഞ്ഞ മറിയം. മൂന്നാമത്തെ പ്രാർത്ഥന നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന. അപ്പോൾ കാൽവരി മലയിൽ നമുക്ക് വേണ്ടിയിട്ട് കുരിശിൽ കിടന്ന് മരിക്കുന്നതിൻ്റെ തലേ ദിവസം നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ച, ദൈവമക്കൾക്ക് വേണ്ടി കർത്താവ് സമർപ്പിച്ച, പിതാവിനോട് സമർപ്പിക്കുന്ന അവസാനത്തെ രാത്രി പ്രാർത്ഥനയാണ് ദൈവമക്കൾക്ക് വേണ്ടിയിട്ട് ഇന്ന് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പ്രാർത്ഥന അല്ലെങ്കിൽ ഈ ശുശ്രൂഷ, ഈ ടോപ്പിക്ക് ഇതൊരു പ്രധാനപ്പെട്ട സ്പിരിച്വൽ ടോപ്പിക്കാണ്. പറ്റുമെങ്കിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുകയും അവസാനം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സമയം തമ്പുരാനിലേക്ക് തന്നിട്ടുണ്ട്. അതിൽ പങ്കെടുക്കുകയും നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ നാവിൽ നിന്നും ഹൃദയത്തിൽ നിന്നും മനസ്സിൽ നിന്നും ദൈവത്തെ ഒന്ന് ഏറ്റുചൊല്ലിയത് പ്രാർത്ഥിക്കുന്നതും അനുഗ്രഹത്തിൻ്റെ വലിയൊരു വാതിലാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. എൻ്റെ പേര് ഇമ്മാനുവൽ കോട്ടയത്തിൽ നിന്നാണ്. നിങ്ങൾക്ക് വേണ്ടി ദൈവമക്കൾക്ക് വേണ്ടി ഈ ശുശ്രൂഷ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപയിലൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ബ്രദർ പ്രാർത്ഥിക്കാം. നിങ്ങൾ ബ്രദറിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. തമ്പുരാന്റെ വചനം പ്രഘോഷിക്കുവാനുള്ള ഒരു കൃപ ശക്തമായിട്ട് വ്യാപരിക്കാൻ വേണ്ടിയിട്ടും അതിലൂടെ അനേകം ജനങ്ങൾക്ക് ദൈവത്തെ അറിയുവാനും ദൈവവചനം അറിയുവാനുള്ള കൃപാവരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ കരുണ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ സ്നേഹം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ കൃപ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ശുശ്രൂഷ കാണുകയും അതുപോലെ ദൈവസന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ മക്കളിലേക്ക്, നിങ്ങളുടെ സമൂഹത്തിലേക്ക് നിങ്ങൾ കൊടുക്കുകയും ചെയ്യുമെങ്കിൽ ദൈവത്തിൻ്റെ വലിയൊരു കൃപ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. ഇന്നത്തെ ടോപ്പിക്ക് പ്രധാനപ്പെട്ട സന്ദേശമാണ് സ്വർഗസ്ഥനായ നമ്മുടെ പിതാവേ. സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ എന്നാണ് ഈശോ പറഞ്ഞ് പ്രാർത്ഥിച്ചത്. നമുക്ക് ആ പ്രാർത്ഥന പറ്റുമെങ്കിൽ ഒന്ന് എല്ലാവരും ഏറ്റു ചൊല്ലി ബ്രദർ പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂടെ നിങ്ങളും നിങ്ങളുടെ നാവുകളുടെ ഹൃദയത്തിൽ നിന്ന് ഏറ്റു ചൊല്ലി ഒന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും അത് അനുഗ്രഹത്തിൻ്റെ വാതിൽ ആണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ട കർത്താവ് നമ്മുടെ ലോക രാജ്യങ്ങളിലെ എല്ലാ ദൈവമക്കളുടെയും പാപപരിഹാര ബലിയായി അർപ്പിക്കപ്പെട്ട നമ്മുടെ ദൈവം. യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. ദൈവത്തെ നമ്മുടെ അപ്പനായി, ആബയായി ഹൃദയത്തിൽ കൊണ്ടുവരിക. നിങ്ങളെല്ലാവരും ദൈവത്തെ അപ്പനായിട്ട്, സ്വന്തം അപ്പനായി കാണാൻ ശ്രമിക്കുമ്പോൾ ആ അപ്പൻ നിങ്ങളെ അനുഗ്രഹിക്കും. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയെ അമ്മയായിട്ട് ഹൃദയത്തിലും ജീവിതത്തിലും ഭവനത്തിലും കൊണ്ടുവരുമ്പോൾ ആ അമ്മയുടെ വലിയൊരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ആദ്യം അവസാനം പ്രാർത്ഥനയുണ്ട്. ആദ്യം നമുക്ക് ഒന്ന് പിതാവിനോടുള്ള പ്രാർത്ഥന. പിതാവ് അവസാന സമയത്ത് നമുക്ക് വേണ്ടി ഒരുക്കിയ
ആ പ്രാർത്ഥന നമുക്കൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. ബ്രദറൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ എല്ലാവരും നാവുകൊണ്ട് ഹൃദയത്തിലാണെങ്കിലും ശാന്തതയോട് കൂടിയിട്ടാണെങ്കിലും നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് പ്രാർത്ഥന ചൊല്ലിയിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. ബ്രദർ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്നു. എല്ലാവർക്കും ഈ പ്രാർത്ഥനകൾ അറിയാം, പക്ഷെ ഒരുപാട് മക്കൾക്ക് ഈ പ്രാർത്ഥന അറിയത്തില്ല. പല മക്കൾക്കും കാണാതെ ചില പ്രാർത്ഥനകൾ അറിയത്തില്ല. നിങ്ങൾ പ്രാർത്ഥന പഠിക്കുമ്പോൾ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് ലഭിക്കും. മേ ബി പല ജാതിയിലും മതത്തിലും പെട്ടവരുണ്ടാവാം ഈ സന്ദേശം കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കോമൺലി നമ്മൾ ഈ സന്ദേശം, ഈ പ്രാർത്ഥന അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഒരുപാട് പേർക്ക് അത് ഗുണം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്കും ആഗ്രഹിക്കാം. നമുക്ക് മറ്റുള്ളവരിലേക്ക് ദൈവത്തെ പകർന്നു കൊടുക്കാം. ജീവിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. ബ്രദർ പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ടും ലോകരാജ്യങ്ങൾ എല്ലാ മക്കൾക്ക് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ പ്രധാനമായിട്ടും സഭയ്ക്ക് വേണ്ടിയിട്ടും വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ശുശ്രൂഷകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ദൈവനാമം മഹത്വപ്പെടുത്തുന്ന, ദൈവത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാ ആളുകൾക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടും നമ്മൾ ഈ പ്രാർത്ഥനയോടുകൂടി അവരെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുന്നത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവേ, ഈ പ്രാർത്ഥന ശ്രമിക്കുന്ന ഈ മക്കളെ അങ്ങ് അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. നിങ്ങളുടെ ഭവനത്തില്, നിങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക്, നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ സ്വർഗീയ പിതാവിനെ വിളിച്ച് എല്ലാ ദിവസവും ഒരു 33 തവണയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് അത് വലിയൊരു അനുഗ്രഹത്തിലേക്കുള്ള വഴിയാണ്. നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന എല്ലാ ദിവസവും ഒരു 33 തവണ നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചു നോക്കുക. തമ്പുരാന് വലിയൊരു അനുഗ്രഹം നിങ്ങളിലേക്ക് ലഭിക്കുന്നതായിരിക്കും. തമ്പുരാനെ വിളിക്കുന്ന ആ ദൈവമക്കൾ ഒരിക്കലും തമ്പുരാൻ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് നിങ്ങൾ കേൾക്കണം. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. എല്ലാ മക്കളെയും തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ സന്ദർഭത്തിൽ എല്ലാവരും ദൈവഭയത്തോടുകൂടി, ദൈവകൃപയോടുകൂടി ദൈവാനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ ഒന്ന് പങ്കെടുക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ സമയത്ത് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. ദൈവമായ കർത്താവേ, അങ്ങയുടെ പ്രാർത്ഥന ഈ മക്കൾക്ക് കൊടുക്കാൻ സാധിച്ചതിനെ ഓർത്ത് പിതാവേ അങ്ങയോട് നന്ദി പറയുന്നു. നമ്മൾ തന്നിരിക്കുന്ന കൃപ മറ്റുള്ളവരിലേക്ക് ഗുണപ്രദമായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈ സന്ദേശം സ്വീകരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവേ അങ്ങ് അനുഗ്രഹിച്ച് ഉയർത്തണമെന്ന് അപേക്ഷിക്കുന്നു. അവരുടെ രോഗപീഠകളിൽ നിന്ന് വിടുതൽ ലഭിക്കട്ടെ. മനസ്സമാധാനമില്ലാത്ത ജീവിതരീതി നയിക്കുന്ന മക്കൾക്ക് സമാധാനം, സന്തോഷം ലഭിക്കട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത മക്കൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുവാൻ കൃപ കൊടുത്ത് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വാസനമായവരെ സൗഖ്യപ്പെടുത്തണമേ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗീയ അപ്പ, അങ്ങയോട് ഞങ്ങൾ ഒന്നുകൂടി വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങയുടെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് പ്രലോഭനത്തിൽ ഉൾപ്പെടുന്നത് തിന്മയെ രക്ഷിക്കണമേ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന.
യേശുവേ ആരാധന എല്ലാ മക്കളെയും അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവിന്റെ വലിയൊരു കൃപയിലേക്ക് എല്ലാ മക്കളും വളരട്ടെ. കർത്താവിന്റെ സ്നേഹത്തിൽ വളരട്ടെ. കർത്താവിന്റെ വലിയൊരു സംരക്ഷണം എല്ലാ മക്കളും കുടുംബത്തിലും വ്യാപരിക്കട്ടെ. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ മക്കളും ഏത് നാനാജാതി മതസ്ഥതയിലേക്ക് കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി നിറവേറട്ടെ. കർത്താവിന്റെ കരുണ നിറയട്ടെ. ഈശോയെ ഞങ്ങൾക്ക് വേണ്ടി അർപ്പിച്ച അങ്ങയുടെ ബലിയിലേക്ക് ഞങ്ങളെല്ലാവരെയും നയിക്കുന്നതിനെ ഓർത്ത് ആ ദിവ്യബലിയിൽ പങ്കെടുക്കുവാനും കർത്താവയുടെ പ്രാർത്ഥനകൾ മനസ്സിലാക്കുവാനും കൃപാവരം ഈ മക്കൾക്ക് എല്ലാവർക്കും കൊടുത്ത് അനുഗ്രഹിക്കണം. യേശുവേ ആരാധന, യേശുവേ സ്തുതി.